ആ വീട്ടിലേക്ക് താമസം മാറിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർത്തും അമാനുഷികമായ പല കാര്യങ്ങളും അവർക്കവിടെ അനുഭവിക്കാൻ ആരംഭിച്ചു. അതിനെല്ലാം പുറകിൽ പ്രവർത്തിച്ചത് 4 പേരുടെ ആത്മാക്കളായിരുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് ഏറ്റവും പ്രശസ്തമായ സ്മൾ കുടുംബം. അമേരിക്കൻ നേവിയിൽ ജോലി ചെയ്തിരുന്ന ജാക്ക് സ്മളും ഭാര്യയായ ജെനറ്റും 4 പെൺമക്കളും ഒരു നായയും അടങ്ങുന്നതായിരുന്നു അവരുടെ കുടുംബം. 1973 ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ അവർ വർഷങ്ങളായി താമസിച്ചിരുന്ന വീട് മുഴുവൻ നശിച്ചുപോയി. അതോടെ അവർ പെൻസിൽവാനിയയിലെ ഏറെക്കുറെ 80 വർഷം പഴക്കമുള്ള ആ വീട്ടിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ആ വീട്ടിലേക്ക് താമസിച്ചു തുടങ്ങി ഉടനെ തന്നെ ഒരു ദുർഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. പലതവണ അവർ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് വൃത്തിയാക്കിപ്പിച്ചു. എന്നിട്ടും അവർക്ക് ആ ദുർഗന്ധം അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. എവിടെ നിന്നാണ് ഈ സ്മെൽ വരുന്നതെന്ന് അവർ ആ വീടെല്ലാം വലിച്ചു പറക്കി നോക്കിയിട്ടും അവർക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് മൂത്ത കുട്ടി ഒരു കാര്യം പറയുന്നത്. തൻ്റെ മുറിയിൽ എന്തോ വിചിത്രമായ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആരോ പറക്കുന്നത് പോലെയും ആരോ എന്നെ തന്നെ നോക്കുന്നത് പോലെയും ആരോ എൻ്റെ മുറിയിൽ ഉള്ളതുപോലെയും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്നിങ്ങനെ കാര്യങ്ങളായിരുന്നു മൂത്ത കുട്ടി പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രേതം, ഭൂതം, പിശാച് എന്നിങ്ങനെയുള്ളതിലൊന്നും തീരെ വിശ്വാസമില്ലായിരുന്ന ജാക്ക് ഇത് അപ്പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ ജെനറ്റ് അങ്ങനെ ആയിരുന്നില്ല. അവൾക്ക് ഈ പള്ളി, ചർച്ച്, പ്രാർത്ഥന അതിലൊക്കെ ഏറെ വിശ്വാസമുള്ളവളായിരുന്നു. അവൾ മകളോട് പറഞ്ഞു, ഇതൊക്കെ നിന്റെ തോന്നലാകാനേ സാധ്യതയുള്ളൂ. നീ ഒന്ന് പള്ളിയിലൊക്കെ പോയി നോക്ക്, ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും. എന്തൊക്കെ തന്നെ ആയാലും ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും ജാക്കിൻ്റെയും ജെന്നറ്റിൻ്റെയും മൂത്ത മകൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്തോറും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരം അമാനുഷികകരമായ കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വീട്ടിനകത്ത് വയ്ക്കുന്ന എല്ലാ വസ്തുക്കളും സ്ഥാനം മാറിയിരിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. അതായത് രാത്രികാലങ്ങളിൽ കൃത്യമായിട്ട് ടിവിയും ഫർണിച്ചറുകളും ഒക്കെ തന്നെ അറേഞ്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ അവയെല്ലാം തന്നെ വെച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടുണ്ടാകും. ആരോ എടുത്ത് മാറ്റിവെച്ചതുപോലെ ആയിരിക്കും ഇതെല്ലാം തന്നെ അവർക്ക് കാണാൻ സാധിച്ചത്. മാത്രവുമല്ല, ഒരു ദിവസം രാത്രിയിൽ കുട്ടികൾ കിടക്കുന്ന മുറിയുടെ അടുത്ത് നിന്നും വലിയ തോതിലുള്ള സംസാരങ്ങൾ ജാക്കിന് കേൾക്കാൻ സാധിക്കുകയാണ്. അവനത് ശ്രദ്ധിച്ചപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളാണ് കേൾക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ദേഷ്യം തോന്നിയ ജാക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളുടെ മുറിയിലേക്ക് നേരെ കയറി ചെല്ലുന്നുണ്ട്. എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള മോശമായിട്ട് സംസാരിക്കുന്നത് എന്ന കാര്യം ചോദിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ദേഷ്യത്തോടു കൂടി അയാൾ ആ മുറിയിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ അയാൾ കണ്ട കാഴ്ച തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു. കതക് തുറന്ന് അകത്ത് കയറിയ ജാക്കിന് കാണാൻ സാധിച്ചത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ ആയിരുന്നു. കുട്ടികളല്ല അത്തരത്തിൽ സംസാരിച്ചത് എന്നൊരു കാര്യം ജാക്കിന് അപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും കുട്ടികളുടെ മുറിക്കകത്ത് നിന്നും അത്തരത്തിലുള്ള മോശ സംഭാഷണങ്ങൾ നടത്തിയത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് യാതൊരുവിധ എത്തും പിടിയും കിട്ടാതെ ജാക്ക് തൻ്റെ മുറിയിലേക്ക് പതുക്കെ നടക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ജെനറ്റിന് ആ വീടിന്റെ താഴ്ഭാഗത്തു നിന്നും അവളെ ആരോ വിളിക്കുന്നത് കേട്ടത്. ജെനറ്റ് എത്രയും വേഗം തന്നെ വീടിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും ജെനറ്റിനെ കാണാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും ജെനറ്റിനെ വിളിച്ചത്? ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്നേ ദിവസം നടന്നതിൽ കൂടിയാണ് ആ വീട്ടിൽ എന്തോ അമാനുഷികമായി നടക്കുന്നുണ്ട്, കുട്ടികൾ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന തോന്നലുകൾ എല്ലാം തന്നെ ജാക്കിന്റെ ജെനറ്റിന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. മറ്റൊന്നും ചിന്തിക്കാതെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ചർച്ചിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ ചെന്നുകൊണ്ട് പ്രീസ്റ്റിനെയും അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള എക്സോസിസം ഒക്കെ നടത്താൻ അനുമതികളുള്ള എക്സോസിസ്റ്റുകളെയൊക്കെ തന്നെ തങ്ങളുടെ വീട്ടിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവരെല്ലാം തന്നെ വിശദമായിട്ട് ആ വീട്ടിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങനെ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതോടുകൂടി വീട്ടിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അരങ്ങേറിക്കൊണ്ടേയിരുന്നു. എങ്ങനെയും ഇതിൽ നിന്നെല്ലാം രക്ഷ നേടണമെന്ന് കരുതിയാണ് പിന്നെയും ജാക്കും ജെനറ്റും പള്ളിയിലേക്ക് തന്നെ പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം 2 ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാമെന്നൊരു പ്രൈസ്റ്റ് അവരോട് പറയുകയും 2 ദിവസങ്ങൾ ഈ ഒരു വീട്ടിൽ അദ്ദേഹം താമസിക്കുകയും ചെയ്തു. പക്ഷേ ആമാനുഷികമായ ഒന്നും തന്നെ അദ്ദേഹത്തിന് അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. ആമാനുഷികമായിട്ടുള്ള കാര്യങ്ങളോ വലിയ തോതിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടതുമില്ല.
അതോടുകൂടി എല്ലാം വെറും തോന്നലുകൾ മാത്രമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ആ വീട്ടിനകത്ത് യാതൊരുവിധ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് യാത്രയായി. നാളുകൾ പിന്നെയും കടന്നു പോവുകയാണ്. പല ദിവസങ്ങളിലും പല രാത്രികളിലും ഇത്തരത്തിലുള്ള പല അമാനുഷിക സംഭവങ്ങളും സ്മൾ ഫാമിലിയുടെ പല അംഗങ്ങൾക്കും അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഉറക്കത്തിൽ നിന്നും ജാക്ക് ഞെട്ടി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് തൻ്റെ ഭാര്യയെ ആരോ മോശമായ രീതിയിൽ സ്പർശിക്കുന്നതായിട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ചാടി എഴുന്നേൽക്കുന്നുണ്ട്, ലൈറ്റിട്ട് നോക്കുന്നുണ്ട്. ആ അവസരത്തിൽ ആരും തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ജാക്ക് വൈഫിനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ ആ രീതിയിൽ തന്നെ കിടക്കുകയായിരുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ മക്കളുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഈ ഒരു അവസരത്തിലും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ആരോ തൻ്റെ മക്കളെ മോശമായ രീതിയിൽ സ്പർശിക്കുന്നതായിരുന്നു. അവിടെ ലൈറ്റിട്ട് നോക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒരാളെയും ആ മുറിക്കകത്ത് ജാക്കിന് കാണുവാൻ സാധിച്ചില്ല. പതിയെ പതിയെ പ്രേതങ്ങളിലും ഒന്നും വിശ്വാസമില്ലായിരുന്ന ജാക്കിന്റെ മനസ്സിലേക്ക് പോലും ഭയം ഇരിച്ചു കയറാൻ തുടങ്ങി. കാര്യങ്ങളെല്ലാം മോശമായ നിലയ്ക്കാണോ പോകുന്നതെന്നൊരു ചിന്ത അയാളുടെ മനസ്സിൽ ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്. പലതവണയായി ചർച്ചിൽ പോയി തങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുവെങ്കിൽ പലതവണയായിട്ട് പലരും തങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയിട്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പരിഹാരവും ലഭിക്കാത്തതിനെ തുടർന്ന് ജാക്ക് തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രേതാനുഭവങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിവരിക്കാൻ തയ്യാറാവുകയാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ സ്മൾ കുടുംബത്തിന് സംഭവിക്കുന്ന പ്രേതാനുഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ്. വലിയ തോതിൽ തന്നെ സ്മൾ കുടുംബത്തിന്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. ജാക്ക് മാധ്യമങ്ങളോടായിട്ട് പറഞ്ഞത് തങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പല സമയങ്ങളിലും മോശമായിട്ടുള്ള ഗന്ധങ്ങൾ, പല സമയങ്ങളിലും ഞങ്ങളുടെ നായ ചുമരിനെ നോക്കി കുരച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലപ്പോഴും വീട്ടിൽ വെച്ച സാധനങ്ങളുടെ സ്ഥാനങ്ങൾ തനിയെ മാറുന്നുണ്ട്. എന്താണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എത്തും പിടിയും ലഭിക്കുന്നില്ല. ആർക്കെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് വരിക എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സ്മൾ കുടുംബം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്തൊക്കെ തന്നെ ആയാലും സ്മൾ കുടുംബത്തിന്റെ സംഭവങ്ങളെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു. പ്രശസ്തരായിരുന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിരുന്ന എഡും ലോറനും ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. പല പല പാരാനോർമൽ കേസുകളും അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിൽ നിന്നും അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പിൽക്കാലത്ത് വലിയ തോതിൽ പ്രശസ്തമാവുകയും പല സിനിമകൾക്കും സീരീസുകൾക്കും ഒക്കെ തന്നെ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും എഡും ലോറനും കൂടെ സ്മൾ കുടുംബം താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. വിശദമായ രീതിയിൽ തന്നെ അവർ ആ വീട്ടിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആദ്യം തന്നെ ആ വീട്ടിനകത്ത് റിലീജിയസ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ പ്ലേ ചെയ്യുന്നത് തന്നെ പല വിചിത്രമായ കാര്യങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ വീട്ടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല തരത്തിലുള്ള വിചിത്രമായ ശബ്ദങ്ങൾ ഉയരുന്നത് അവരുടെ സൗണ്ട് റെക്കോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അവർ റെക്കോർഡ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എഡും ലോറനും ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഏറെക്കുറെ 100 വർഷങ്ങൾക്ക് മുമ്പ് സ്മൾ കുടുംബം ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു വയസ്സായ വൃദ്ധയും അവരുടെ മകനും മകന്റെ മകളും താമസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദുരൂഹ സാഹചര്യത്തിൽ ഈ 3 പേരും മരണപ്പെട്ടതായിട്ടാണ് ഈ പ്രദേശത്തു നിന്നും കണ്ടെത്താനായത്. എന്നാൽ ഇവരുടെ 3 പേരുടെയും മരണത്തിന് കാരണമാക്കിയത് ഈ പ്രദേശത്ത് മുമ്പുണ്ടായിരുന്ന വളരെ പവർഫുള്ളായ ഒരു ഡീമനായിരുന്നു. ഇപ്പോൾ ഈ 4 ആത്മാക്കൾ ചേർന്നാണ് സ്മൾ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 ആത്മാക്കൾ തന്നെയാണ് ഈ വീട്ടിനകത്ത് വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയും അരങ്ങേറാൻ കാരണമാകുന്നത് എന്നൊരു കഥയിലേക്കാണ് എഡിനും ലോറയനും എത്തിച്ചേരാൻ ആയത്. ഇത്തരമൊരു കഥ കൂടി കിട്ടിയതോടുകൂടി മാധ്യമങ്ങൾ വലിയ തോതിൽ തന്നെ ഈ ഒരു വിഷയത്തെ ഏറ്റെടുക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ സ്മൾ കുടുംബത്തിന്റെ പ്രേതാനുഭവങ്ങൾ ചർച്ചപ്പെടുകയാണ്. വീട്ടിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള പാരാനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് പുറമെ വീടിന് പുറത്ത് മാധ്യമങ്ങളുടെ വലിയ ശല്യങ്ങളായി സ്മൾ കുടുംബത്തിന്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ അവർ ആ വീട് വിട്ട് എവിടെയെങ്കിലും മാറി താമസിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വളരെ ചെറിയ വിലയ്ക്ക് ആ വീട് മറ്റൊരാൾക്ക് വിറ്റുകൊണ്ട് അവർ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുകയാണ്. പക്ഷേ അതുകൊണ്ടും തീർന്നില്ല. വളരെ ചെറിയ വിലയ്ക്ക് ആ വീട് വാങ്ങിയ ആൾ ആ ഒരു വീട്ടിനകത്ത് താമസിക്കാൻ തുടങ്ങി. പക്ഷേ അമാനുഷികപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യവും അയാൾക്കുണ്ടായിട്ടില്ല. എന്നാൽ സ്മൾ കുടുംബത്തിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം അതോടുകൂടി അവസാനിച്ചു എന്നാണ് അവർ കരുതിയത്.
എന്നാൽ അത് അങ്ങനെയായിരുന്നില്ല. പുതിയ വീടിനകത്തും ഇത്തരത്തിലുള്ള പല കാര്യത്തിലുള്ള അമാനുഷിക സംഭവങ്ങളും അരങ്ങേറിക്കൊണ്ടേയിരുന്നു. അതോടുകൂടി എഡിന്റെയും ലോറിന്റെയും നിർദ്ദേശപ്രകാരം മറ്റു ചില പ്രൈസ്റ്റുകളെയും എക്സോസിസ്റ്റുകളെയും ഒക്കെ കൂടെ വെച്ച് നടത്തിയ ചില ചടങ്ങുകൾക്കൊടുവിലാണ് പൂർണ്ണമായിട്ടും ആ കുടുംബത്തിന് ഇത്തരത്തിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റികളിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചത്. എന്തായാലും ഈ സംഭവം വലിയ തോതിൽ തന്നെ ആ കാലഘട്ടത്ത് പ്രസിദ്ധമായിരുന്നു. സ്മൾ കുടുംബത്തിന്റെ പ്രേതാനുഭവങ്ങൾ പിൽക്കാലത്ത് സിനിമകളും സീരീസും ഒക്കെ തന്നെ വിധേയമായിട്ടുണ്ട്.